ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഉണ്ടാവോ കുറെ കരഞ്ഞോണ്ടൊക്കെ സീനാക്കുന്നുണ്ട്. അനുമോളെ ഇപ്പൊ റീസെന്റ് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടൊക്കെ ഇങ്ങനെ ബിഗ് ബോസിനോട് മറ്റേ റൂമിൽ പോയിട്ട് ചോദിക്കണ്ടായിരുന്നു ബിഗ് ബോസ് എങ്ങനെയാണ് ഞാൻ കളിക്കുന്നുണ്ട്. അത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞ പിന്നാലെ വരെ ഉണ്ടാവില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അത് ഇൻഡയറക്റ്റ് ഒരു ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണോ? ഐ മീൻ അത് അനുമോളെ ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനായാലും അങ്ങനെ അവിടെ ഒരു എന്താ പറയാ നിങ്ങൾ കണ്ടതായിരിക്കും 100 ദിവസം നിലം അടിച്ചങ്ങനെ 3 ദിവസം എനിക്ക് പണിഷ്മെൻറ്റ് നടന്നു. ആ പണിഷ്മെൻറ്റ് വന്നപ്പോൾ അവർ തന്നെ മുട്ടയും സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ റെസ്പെക്ട് തെരഞ്ഞെടുത്തു. റെസ്പെക്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് ഞാൻ ഡിസർവ് അല്ല എന്നുള്ളത്. എന്തായാലും മോൾ ഡിസർവാണ് സമ്മതിച്ച് കേട്ടോ. മോള് കപ്പ് അടിക്കാൻ ഡിസർവ് വീട്ടിലേക്ക് തരാൻ. മറ്റേ എന്താ പറയുക അതിനകത്തേക്ക് ഇട്ട് എറിയാൻ നേരത്ത് അതിനകത്തുള്ള പല ആൾക്കാരും പറഞ്ഞ ഡയലോഗുകൾ കേട്ടിട്ടുണ്ടാവും. എറിയും അത് ഇത് അല്ലാണ്ട് അത് വേണ്ടാന്ന് ആരും പറഞ്ഞില്ല. അങ്ങോട്ട് എറിഞ്ഞിട്ട് ആ സാധനം പറയാൻ പറഞ്ഞിട്ട് അത് ഇരുന്നിട്ട് ബിഗ് ബോസിനോട് പോയി ഞാൻ കരഞ്ഞ് പറയായിരുന്നു. ബിഗ് ബോസ് കാണുന്നില്ല പറ്റില്ല. മനുഷ്യനാണ് ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കരഞ്ഞെത്തിക്കുക. ഞാൻ അവരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. ഞാൻ കരഞ്ഞ ഒറ്റയ്ക്ക് മാറിയെന്നേ പറഞ്ഞു. അത് കാണാൻ പാതിരി കരഞ്ഞു അറിയാണ്ട് അവർ പിടിച്ചേണ്ട സാധനമാണ്. എപ്പോഴും ഈ വെള്ളം ഒരേ ലെവലിൽ ഒഴുകൂല. അത് മനസ്സിലാക്കും. നമുക്ക് വെള്ളപ്പൊക്കം വന്ന ഓർമ്മയില്ല. ഓരോ വെള്ളപ്പൊക്കം വരൾച്ചയ്ക്ക് വരും. അപ്പൊ അത് നിങ്ങൾ ആലോചിക്കുക. ജീവിതത്തിൽ എന്തായാലും വിമർശകർക്കുള്ള ഒരു മറുപടിയാണ് ഇതിൻ്റെ ഈ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഈ സിനിമ. കൃത്യമായിട്ടും ഞാൻ നിങ്ങളോട് കുറേ നാളെ പറഞ്ഞില്ല. നിങ്ങൾക്ക് മറുപടിയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് പോണതിൽ ഒന്നല്ലാത്ത 5-6 വർഷം മുമ്പ് വെറും നിസ്സാര പൈസ കൊണ്ട് ഭക്ഷണം വരെ ഞാൻ വരെ വെച്ചെടുക്കുന്നുണ്ട്. ഇത് ചോദിച്ചു ആരും പിന്നെ ഞാൻ പറയില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് അവരുടെ വോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും. പക്ഷെ ഞാനൊരു ഇനി ഇത് കാര്യം പറയും. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് സമയം കാണുന്നത് ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാം ആരും ചെയ്തു. 2 ദിവസം ഞാൻ പറയാം. ഞാൻ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് പിന്നെ 9 ഫിനാലെ പോകുന്നുണ്ടോ? ഗ്രാൻഡ് ഫിനാലേക്ക് പോകുന്നുണ്ടോ? ഇല്ല ഷൂട്ടിംഗ് ആണ്. അല്ല മറ്റേ അതിന് മുമ്പ് ഞാൻ പറയാം. അത് ഒരു 2 ആഴ്ച ഉണ്ടല്ലോ. ഈ ആഴ്ച അടുത്ത ആഴ്ച ലാസ്റ്റ് ഞാൻ പറയാം ആരും വിൻ ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അറിയാം ഓരോരുത്തരുടെ ഒരു ഈ അനുമോള് ഭയങ്കരമായിട്ട് ആ ലെവലിൽ ചിന്തിച്ചിട്ട് ഈ ഇതിനകത്ത് അഭിനയിച്ചാൽ എല്ലാവരും ഈ ചാൻസ് കിട്ടാനുണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തന്നെ പറയാൻ നമ്മുടെ ഫിലിപ്പ് സാറിനോട്. കാരണം ഡയറക്ടറും പ്രൊഡ്യൂസറും ആയിട്ടുള്ള ഞങ്ങളുടെ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളുടെ കോമ്പിനേഷൻ അല്ലേ? നല്ല ഫീലായിരുന്നു. നമ്മുടെ ആ മൈൻഡിലേക്ക് ശരിക്കും എൻ്റെ കണ്ണിൽ നിറഞ്ഞു പോയി. ഞാനൊരു ഡബിൾ റോള് പോലെയുള്ള ഫ്ലാഷ് ബാക്ക്. അതായത് നമുക്ക് എതിരെ നിൽക്കുന്ന ഒരാൾ നമുക്ക് തരുന്നൊരു സാധനമുണ്ട്, ഊർജ്ജം. അത് നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന നമുക്ക് പരസ്പരം നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ അല്ലേ?